പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമായി നാം വാഴ്ത്തപ്പെടണം. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്ന വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിന് വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 2-ാം അധ്യായം അതിലെ 16-ാമത്തെ വാക്യം. പ്രാവുകളെ വിൽക്കുന്നവരോട് ഇത് ഇവിടെ നിന്ന് കൊണ്ടുപോകുവിൻ, എന്റെ പിതാവിന്റെ ആലയത്തെ വാണിഭശാല ആക്കരുത് എന്ന് പറഞ്ഞു. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവെഴുത്താണ്. നമ്മൾ ചിന്തിക്കുന്ന വചനം എന്റെ പിതാവിന്റെ ആലയത്തെ വാണിഭശാല ആക്കരുത് എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഈ വചനത്തിന്റെ ചരിത്ര പശ്ചാത്തലങ്ങൾ വായിക്കുമ്പോൾ യോഹന്നാൻ സുവിശേഷം 2-ാം അധ്യായം അതിന്റെ 13 തൊട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോഴാണ് യേശുക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ തന്റെ ശുശ്രൂഷ വേളയില് ഒന്നാമത്തെ ദൈവാലയ ശുദ്ധീകരണം നടക്കുന്നത്. ദേവാലയ ശുദ്ധീകരണമല്ല, ദൈവാലയ ശുദ്ധീകരണം. വേദപുസ്തകത്തിൽ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ദൈവാലയമാണ് വേദപുസ്തകത്തിൽ പറയുന്ന വാക്ക്, ദേവാലയമല്ല. പലരും അതിന് ദേവാലയം എന്നാണ് ഉച്ചരിക്കുന്നത്. ആലയം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ആലയം, ദേവാലയം എന്ന് പറയുമ്പോൾ ദേവന്റെ ആലയമാണ്. രണ്ടും രണ്ട് വ്യത്യാസമാണ്. അല്ലേ? അതുകൊണ്ട് ദൈവത്തിന്റെ ആലയത്തിലുള്ള ശുദ്ധീകരണമാണ് നടക്കുന്നത്. അപ്പോൾ യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 13-ാം വാക്യം വായിക്കുമ്പോൾ യഹൂദന്മാരുടെ പെസഹ സമീപം ആകൊണ്ട് യേശു യെരുശലേമിലേക്ക് പോയി. ദൈവാലയത്തിൽ കാള, ആട്, പ്രാവ് എന്നിവയെ വിൽക്കുന്നവരെയും അവിടെ ഇരിക്കുന്ന പൊൻവാണിഭക്കാരെയും കണ്ടിട്ട് കയറുകൊണ്ട് ഒരു ചമ്മട്ടി ഉണ്ടാക്കി ആടുമാടുകളോടും കൂടെ എല്ലാവരെയും ദൈവാലയത്തിൽ നിന്ന് പുറത്താക്കി പൊൻവാണിഭക്കാരുടെ നാണ്യം തൂക്കിക്കളയുകയും മേശകളെ മറിച്ചിട്ടു. അല്ലെങ്കിൽ പ്രാവുകളെ വിൽക്കുന്നവരോട് ഇത് ഇവിടെ നിന്ന് കൊണ്ടുപോകുവീൻ, എന്റെ പിതാവിന്റെ ആലയം അല്ലെങ്കിൽ സ്തോത്രം വാണിഭശാല ആക്കരുത് എന്ന് പറഞ്ഞു. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ചിന്തിച്ചു നോക്കുകയും യേശുക്രിസ്തു ഭൂമിയിലായതും ദൈവത്തിന്റെ ആലയത്തെ കുറിച്ച് ഉള്ള എരിവ് അത് കണ്ട് യേശു എല്ലാവരും പുറത്താക്കിയെന്നാണ്. എന്നാൽ അന്നത്തെ സ്ഥിതിക്കും ഇന്നത്തെ സ്ഥിതിക്ക് എന്താണ് മാറ്റമുള്ളത്? ദൈവത്തിന്റെ ആലയം എന്ന് പറഞ്ഞ് പലരും കൊണ്ട് നടക്കുന്ന ആലയത്തിനകത്ത് ഇന്നും ഈ വാണിഭശാലയാണ്. ഇന്നും ക്രൈസ്തവ സമൂഹത്തിന്റെ പള്ളികളിലും അതുപോലെ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ പെന്തക്കോസ്തുകാരെന്ന് പറയുന്ന അനവധി ആളുകളുടെ സഭയ്ക്കകത്ത് ഈ ആദ്യഫല പെരുന്നാൾ, കറ്റപ്പെരുന്നാൾ, ഇന്നുകൊണ്ട് തേങ്ങയും വാഴക്കയും മാങ്ങയും കടച്ചക്കയും കോഴി എല്ലാം കൊണ്ടിട്ട് ലേലം വിളിക്കുന്നൊരു പരിപാടിയുണ്ട്. അല്ലേരിയ. അത് വേദപുസ്തക പ്രകാരം തെറ്റെന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾ വായിച്ചാൽ മനസ്സിലാകും. അല്ലേരിയ. യെരുശലേം ദേവാലയം എന്ന് പറഞ്ഞ ആക്ഷരികമായ ദൈവാലയമാണ്. ആക്ഷരികമായ ദൈവാലയത്തിനകത്ത് ഇങ്ങനെയുള്ള പ്രവൃത്തി ഒരു വാണിഭശാലയുടെ അനുഭവമായി മാറിയപ്പോൾ യേശുക്രിസ്തു ഇത്രമാത്രം ദേഷ്യത്തോടെ അവിടെ നിന്ന് എല്ലാവരും പുറത്താക്കി. ഈ പുതിയ നിയമസഭയോട് പറയുന്നത് ദൈവത്തിന്റെ ആലയം നമ്മളാണ്. അപ്പം ആക്ഷരികമായ ദൈവാലയത്തെ കുറിച്ച് ദൈവത്തിന് അത്രയും ചിന്തയുണ്ടെങ്കിൽ ദൈവത്തിന്റെ ആലയമായിരിക്കും നമ്മുടെ ശരീരമാകുന്ന മന്ദിരത്തെ നാം എത്രമാത്രം കാത്തു സൂക്ഷിക്കണം. ഇന്ന് നമ്മുടെ ആലയങ്ങളിൽ നടക്കുന്നത്, അക്ഷരമായ നമ്മുടെ ദൈവാലയങ്ങളിൽ നടക്കുന്നത് എന്താണ്? ഇതുപോലെ തന്നെ വാണിഭശാലയാണ്. കൺവെൻഷൻ നടന്നാലും പെരുന്നാൾ നടന്നാലും എന്തു നടന്നാലും സകല കച്ചറകൾ അവിടെ എത്തിച്ചേരും. കാരണം അതാണ് അവിടുത്തെ പൊടിപൂരം എന്ന് പറയുന്നത്. അതുണ്ടെങ്കിലേ പെരുന്നാൾ വിജയിക്കത്തുള്ളൂ എന്നാ പറയുന്നത്, അല്ലെങ്കിൽ കൺവെൻഷൻ വിജയിക്കത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ദൈവം ഇതൊക്കെ തെറ്റാണ് നമ്മൾ തിരിച്ചറിയണം. നിങ്ങൾ ന്യായീകരിക്കുന്നവർ കാണും, അംഗീകരിക്കുന്നവർ കാണും. എന്തിരുന്നാലും വേദപുസ്തകം ഞാൻ പറയുന്നുള്ളൂ. അല്ലേലിയ. അപ്പൊ ഇവിടെ ദൈവത്തിന് വചനം വായിക്കുമ്പോൾ എന്റെ കേൾക്കുന്നവർ ദൈവാലയത്തെ കുറിച്ചുള്ള എരിവ് നമുക്കുണ്ടായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ യേശു ഒരു പ്രാവശ്യം ദൈവാലയത്തിൽ പ്രവേശിച്ച് വിൽക്കുന്നവരെ പുറത്താക്കി തുടങ്ങി എന്ന് നമ്മൾ ദൈവവചനം വായിക്കുക. ഇതേ കാര്യം തന്നെ ലൂക്കോസും പറയുന്നുണ്ട്. ലൂക്കോസ് സുവിശേഷം 19-ാം അധ്യായം അതിന്റെ 45-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, പിന്നെ അവൻ ദൈവാലയത്തിൽ ചെന്ന് വിൽക്കുന്നവരെ പുറത്താക്കി തുടങ്ങി, എന്റെ ആലയം പ്രാർത്ഥനാലയം ആകും എന്ന് എഴുതിയിരിക്കുന്നു, നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തു എന്ന് പറഞ്ഞു. അപ്പൊ ലൂക്കോസ് അതിനെ പറയും, എന്റെ ആലയം ദൈവത്തിന്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും, നിങ്ങൾ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തു. അത് ഇന്നത്തെ സഭയ്ക്കകത്ത് കണ്ടില്ലേ, കള്ളന്മാരുടെ ഗുഹയാണ്. പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പല പരിപാടികളാണ് ചെയ്യുന്നത്.
കള്ളപ്രവാചകന്മാരും വ്യാജ ഉപദേശിമാരും വ്യാജ ഉപദേഷ്ടകന്മാരും ദുരുപദേശങ്ങളും എന്ന് വേണ്ട സകല പൈശാചികത സഭയ്ക്കകത്ത് കടന്നുകൂടിയത്. ഞാൻ ഇന്നലെ ഒരു മീറ്റിങ്ങിനകത്ത് അല്ലെങ്കിൽ കണ്ടു കേട്ടോ, ഇന്നലെ ഈ മൊബൈലിൽ കണ്ടതാ, ഫേസ്ബുക്കിലാന്ന് തോന്നുന്നു കണ്ടതാ. അപ്പൊ അതിനകത്ത് ഒരു വലിയ ശുശ്രൂഷ നടക്കുക. വലിയ ശുശ്രൂഷ നടക്കുമ്പോൾ ഒരു പാസ്റ്ററാന്ന് തോന്നുന്നു, അല്ലേലിയ സ്തോത്രം, സ്പ്രേ അടിക്കുക. വരുന്ന പെൺകുട്ടികളെല്ലാം സ്പ്രേ അടിക്കുക. പുള്ളിയുടെ ഭാര്യ എന്തോ പുറകിൽ നിൽപ്പുണ്ട്. സ്പ്രേ അടിക്കുന്നുണ്ട്. ഈ പെണ്ണുങ്ങളെല്ലാം കൂടെ എന്ത് ചെയ്തു, പെട്ടെന്ന് അങ്ങ് മയങ്ങി ആട്ടി മറിഞ്ഞ് വീഴുക. എനിക്ക് തോന്നി ഈ ക്ലോറോഫോം എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അതാരാണോ അതിന്റെ പേര്, എനിക്കതിനെ കുറിച്ച് വ്യക്തമായിട്ട് ഞാൻ എന്റെ എഴുതിയിട്ടുണ്ട്. അങ്ങനെയുള്ള വിഷമരുന്നാണോ ഈ സ്പ്രേ അടിക്കുന്നത്. അതടിക്കുമ്പോഴത്തേക്ക് ഈ പെണ്ണുങ്ങൾ അങ്ങോട്ട് ഉരുണ്ട് പിടച്ചു. ഇതിനു വേണ്ടി തന്നെ കുറെ പെണ്ണുങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ദൈവത്തിന്റെ ആലയത്തെ വാണിഭശാലയാക്കാൻ വേണ്ടി ഇതുപോലുള്ള വ്യാജ ഉപദേശങ്ങൾ, വ്യാജ പാസങ്ങൾ, കള്ള ഉപദേശിമാരെ അവരൊരു സ്പ്രേയുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അത് ജനത്തിന്മേൽ അടിച്ചു കഴിയുമ്പോഴത്തേക്കും ജനം പട്ടം കറങ്ങി അവരെ പിടിക്കാൻ വേണ്ടി കുറെ വാളണ്ടിയേഴ്സ് മെമ്പർഷിപ്പുള്ള ഇത്ര വ്യാജം കാണി നിന്നെയൊക്കെ ആലയത്തിന് അടിച്ച് പുറത്താക്കേണ്ട സമയം കഴിഞ്ഞു. അപ്പോസ്തല പ്രവൃത്തി വായിക്കുമ്പോൾ പൗലോസോ തുടങ്ങിയ അപ്പോസ്തലന്മാർ ആരെങ്കിലും ഇങ്ങനെ ഒരു ശുശ്രൂഷ ചെയ്തിട്ടുണ്ടോ? ലേഖനങ്ങൾ വായിക്കുമ്പോൾ ഇങ്ങനെ ഒരു ശുശ്രൂഷ കാണാൻ കഴിയുമോ? സ്തോത്രം. ആമീൻ. പ്രവചന പുസ്തകത്തിലേക്ക് വരുമ്പോൾ യോഹന്നാന്റെ വെളിപ്പാട് അവിടെ ഇങ്ങനെ വലിയ എഴുതിയിട്ടുണ്ടോ? പൗലോസ് 14ഓളം ലേഖനം എഴുതി, ബാക്കി 7 ലേഖനം മറ്റ് ദൈവദാസന്മാരൊക്കെ എഴുതിയിട്ടുണ്ട്. പ്രവചന പുസ്തകമുണ്ട്, ചരിത്ര പുസ്തകമുണ്ട്. പുതിയ നിയമത്തിൽ കാണാത്തതും ആദിമസഭ ചെയ്യാത്തതും കാനൂരികമായി അംഗീകരിക്കാത്തതുമായ അനവധി ജഡികമായ പ്രാകൃതമായ പണമുണ്ടാക്കുന്ന കാപട്യം നിറഞ്ഞ സാത്താന്റെ ആത്മാവുള്ള, സാത്താനെ നിയന്ത്രിക്കപ്പെടുന്ന അനവധി ആളുകൾ ദൈവസഭയ്ക്കകത്ത് ദൈവാലയത്തിൽ കയറിക്കൂടിയുണ്ട്. ദൈവാലയം കള്ളന്മാരുടെ ഗുഹയായി മാറി. അല്ലേലൂയ. നിങ്ങൾ കണ്ടില്ലേ? നിങ്ങൾക്ക് ആർക്കെങ്കിലും എതിര് പറയാണ്ട് പറഞ്ഞു കേട്ടോ, താഴേക്ക് എഴുതി കിട്ടോ, നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്തോ, നിങ്ങളുടെ ജോലി അതാ. അതുകൊണ്ട് അത് പറയാതിരിക്കാനും പറ്റത്തില്ല. അപ്പൊ ഇതെന്താണ് അങ്ങനെയൊക്കെ? ഞാൻ ഇത്രയും കാലം ശുശ്രൂഷിച്ചിട്ട് അല്ലറിയ ഈ സ്പ്രേ അടിച്ചൊന്നും ആരെ എന്റെ മുമ്പിൽ തള്ളിയിടാൻ ഞാൻ ശ്രമിച്ചിട്ടില്ല. ഇനി അങ്ങനെ വല്ലതും ഉണ്ടോ എന്ന് അറിയണം. പണ്ട് എന്നോട് ഞാൻ ബൈബിൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഒരാൾ എന്നോട് പറഞ്ഞിട്ട് അടുത്ത ഒരാളാ, എടാ നീ ചില ഹിപ്നോട്ടിസം പഠിക്കണോ? ഞാൻ ചോദിച്ചു എന്തിനാ ഹിപ്നോട്ടിസം പഠിച്ച് നമുക്കൊരെല്ലാം നമ്മുടെ വശത്താക്കി എടുക്കാം. ഞാൻ പറഞ്ഞു എനിക്കതിന്റെ ആവശ്യമില്ല. ഞാൻ ലോകപ്രകാരം ജീവിച്ച ഒരു ജനികനായ മനുഷ്യനാണ്, പ്രാകൃതനായ മനുഷ്യനാണ്. ഇപ്പൊ യേശുവിനെ കണ്ടുമുട്ട എന്റെ ഭാഗ്യമാണ്. അതുകൊണ്ട് യേശു മാത്രം മതി എന്ന് പറഞ്ഞു. ഹിപ്നോട്ടിസം വേണ്ട. അത് പഠിച്ചിട്ടാണ് സഹോദരൻ ശുശ്രൂഷ ചെയ്തു കേട്ടോ. എങ്ങനെ ഇരിക്കുന്നു എനിക്കറിയത്തില്ല. ലേലിയ എന്താണ് നമ്മൾ നമ്മുടെ ദൈവത്തിന്റെ ആലയത്തെ കള്ളന്മാരുടെ ഉപയാക്കരുത്. അപ്പൊ ഈ നോക്കിക്കേ, കഴിഞ്ഞ ദിവസം നടന്ന ശുശ്രൂഷ എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ മുമ്പിലേക്ക് ചെന്ന് ചാട്ടുന്നത് കുറയണം. എന്നാൽ അവിടെ ഒരാണുങ്ങളും വന്ന് നിൽക്കുന്നില്ല എന്നുള്ളതാണ്. അവിടെ ഒരാണുങ്ങളും വന്ന് നിൽക്കുന്നില്ല, ഒരാണുങ്ങളെ പേര് സ്പ്രേ അടിക്കുന്നില്ല, അവരെ ആരും വിട്ടുപിടിക്കുന്നില്ല. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇങ്ങനെയുള്ള ശുശ്രൂഷകൾ നടക്കുമ്പോൾ ഇങ്ങനെയുള്ള ശുശ്രൂഷ ഒരാണുങ്ങളുടെ മേലെങ്കിലും ഭൂതം ഇളകി ഭൂതം കയറിയിട്ട് അവരെ നിയന്ത്രിക്കുന്നു, അവരെ തള്ളിയിടുന്നു നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അല്ലേ? യഥാർത്ഥ പരിശുദ്ധാത്മാവ് നിറയപ്പെട്ട്, ആത്മാവ് നിറയപ്പെട്ട്, വീണ്ടെടുക്കപ്പെട്ട്, വീണ്ടും ജന്മം പ്രാപിച്ച്, യേശുവിന്റെ രക്തത്താൽ കഴുകപ്പെട്ട് ശുദ്ധീകരണം പ്രാപിച്ച, പാപപരിഹാരം വരുത്തിയ, പാപത്തിന് ശുദ്ധീകരണം വരുത്തിയ, യേശുവിനെ സ്വന്തം രക്ഷിതാപിതാമായി സ്വീകരിച്ച, അല്ലെങ്കിൽ വിശുദ്ധിയിലും വേർപാടിലും ജീവിക്കുന്ന ഒരു മനുഷ്യന്റെ ഉള്ളിൽ ഭൂതം കയറത്തില്ല. നീ അശുദ്ധമായി ജീവിച്ചതെല്ലാം നിന്റെ ഉള്ളിൽ വരും. അപ്പൊ അതിനുവേണ്ടി തന്നെ ചില ആളുകൾ, എനിക്കത് കണ്ടിട്ട് ലജ്ജ തോന്നി കേട്ടോ. അപ്പൊ നിങ്ങൾ എന്നെ ചീത്ത പറയും. നിങ്ങൾ ചീത്ത പറഞ്ഞാൽ നിങ്ങളെ അത് പറയും, നിങ്ങളത് പറയണം. നിങ്ങൾ പറഞ്ഞു വേണം നിങ്ങൾ അല്ലേലിയ മുന്നോട്ട് വരാൻ. പക്ഷെ സത്യം പറയാതിരിക്കാൻ പറ്റും. സത്യം വിളിച്ച് പറയുന്നതിനാൽ നമുക്ക് എപ്പോഴും അതിനെ ദോഷമാണ്. അപ്പൊ ഇവിടെ യേശു തന്നെ ദൈവത്തിന്റെ ആലയം, എന്റെ ആലയം കള്ളന്മാരുടെ ഗുഹയാക്കി, വാണിഭശാലയാക്കി. എന്നെ കേൾക്കുന്ന ദൈവാലയത്തിൽ കാള, ആട്, പ്രാവ് എന്നിവയെ വിൽക്കുന്നവരെയും അവിടെ ഇരിക്കുന്ന പൊൻവാണിഭക്കാരെയും കണ്ടിട്ട് കയറുകൊണ്ട് ഒരു ചമ്മട്ടി ഉണ്ടാക്കി ആടുപാടുകളോട് കൂടെ എല്ലാവരെയും ദൈവാലയത്തിൽ നിന്ന് പുറത്താക്കി. എല്ലാവരെയും ദൈവാലയത്തിൽ നിന്ന് പുറത്താക്കി. പൊൻവാണിഭക്കാരൻ നാണ്യം തൂക്കിക്കളഞ്ഞു, മേശകളെ മറിച്ചിട്ടു. ഹല്ലേലൂയ. ഇന്ന് പകലെന്നെ കേൾക്കുന്ന സഹോദര, നീ ശുദ്ധീകരിക്കപ്പെടണം. നീ ദൈവത്തിന്റെ വൈദ്യരാണെങ്കിൽ, നീ ഒരു ക്രൈസ്തവനാണെങ്കിൽ, ഹല്ലേലൂയ, നീ ഒരു ദൈവത്തെ അംഗീകരിക്കുന്ന ഒരു ക്രിസ്തു ഭക്തനാണെങ്കിൽ നിന്റെ ജീവിതത്തിനകത്ത് ക്രമീകരണം വരുത്തണം. ആശ്ചര്യമായി ദൈവാലയത്തെക്കുറിച്ച് ദൈവത്തിന് ഇത്രയും എരിവ് തോന്നിയെങ്കിൽ ഈ പുതിയ നിയമസഭയിൽ ദൈവത്തിന്റെ ആലയമായിരിക്കും നമ്മുടെ ശരീരമാകുന്ന മന്ദിരത്തെ
നീ ശുദ്ധീകരിക്കണം. ഇല്ലെങ്കിൽ നീ സ്വർഗരാജ്യത്തിന്റെ പടി കാണത്തില്ല. നരകം നിനക്ക് വേണ്ടി കഴിഞ്ഞ 6000-ലധികം വർഷമായിട്ട് ഒരുങ്ങിക്കിടക്കുക. നിന്റെ നേതാവ് കായീൻ അവിടെ കിടപ്പുണ്ട്, അവന്റെ നേതാവ് ലൂസിഫർ അവിടെ കിടപ്പുണ്ട്. നിങ്ങൾക്ക് അവിടെ പോയി കിടന്ന് സന്തോഷിക്കാം. ദൈവാലയത്തിനകത്ത് നടക്കേണ്ടത് മാത്രമേ നടക്കാവുള്ളൂ. ഇന്നത്തെ ദൈവാലയത്തിനകത്ത് മദ്യപാനമുണ്ടെന്ന്. ദൈവാലയത്തിനകത്ത് മദ്യപാനമുണ്ട്. പുരോഹിതന്മാർ മദ്യപിക്കുന്നു, പാസ്റ്റർമാർ മദ്യപിക്കുന്നു. അല്ലേലിയ. അപ്പൊ പാസ്റ്റർമാർ മദ്യപിക്കും. അല്ലേലിയ. ഇതൊക്കെ ഒരുപാട് പേര് കണ്ടിട്ടുണ്ട്. വിശ്വാസികൾ മദ്യപിക്കുന്നു. ഇതൊക്കെ ഒരുപാട് പേര് കാണുകയും കേൾക്കുകയും ചെയ്ത് ഇതെല്ലാം പുറത്തു വന്നിട്ടുള്ള സംഭവം. ഞാനായിട്ട് പറഞ്ഞുണ്ടാക്കുന്നത് എന്റെ കണ്ടുകൂട്ടി ഞാൻ പലതും കണ്ടിട്ടുണ്ട്. നമുക്ക് അവരുടെ പേര് പറയാൻ പറ്റാത്തത് കൊണ്ട് എന്തിനാ നമ്മൾ സമൂഹത്തിലവരെ അപമാനിക്കുന്നത്? അല്ലേ? എന്നെ കേൾക്കുന്ന പ്രശ്നമൊക്കെ ഞാനാണ് ഒരു മുഴുവൻ മദ്യപായിയായിരുന്നു. 25 വർഷം തിരിച്ചറിവായി. പിന്നെ ജനിച്ച കാലം തൊട്ട് ഞങ്ങളുടെ വീട് മദ്യപാണ്. എന്നാൽ 2001 അല്ലേലിയ ജൂൺ മാസം 31-ാം തീയതി അല്ലേലിയ 31-ാം തീയതി ഞാൻ ആ ഒരു സാധനം നിർത്തിയതിനു ശേഷം പിന്നെ വിശ്വാസ ജീവിതത്തിൽ ഏകദേശം 26 വർഷമായി ഇന്ന് വരെ ഞാൻ ആ സാധനം തൊട്ടിട്ടില്ല. ഞാൻ വേണ്ടെന്ന് വെച്ചതാണ്. വേണ്ടെന്ന് വെച്ചതിനെ ഞാൻ വേണ്ടെന്ന് വെച്ച് കർത്താവ് എന്നെ വിളിച്ച് വേർതിരിക്കുക മാത്രമേ ഇത് ദൈവത്തിന്റെ ആലയമായിട്ടാണ് എന്നെ വേർതിരിച്ചത്. കർത്താവിനോട് പറയും, നിന്നെ ഞാൻ വിളിച്ച് വേർതിരിക്കുന്നെങ്കിൽ നീ എന്റെ ആലയമാണ്. എന്റെ ആലയമായിട്ടാണ് നിന്നെ വേർതിരിക്കുന്നത്. എനിക്ക് നിന്റെ ഉള്ളിൽ വസിക്കണം. നിന്റെ ഹൃദയസിംഹാസനം എനിക്ക് വേണം. നിന്റെ ഹൃദയസിംഹാസനത്തിൽ എനിക്ക് വസിക്കണം. എന്റെ പരിശുദ്ധാത്മാവിനെ നിന്റെ ഉള്ളിലാക്കണം. എന്റെ ആത്മാമി കൃപകളും വരങ്ങളും നിന്റെ ഉള്ളിൽ തന്ന് നീ എന്റെ സുവിശേഷം പ്രസംഗിക്കണം. അതുകൊണ്ട് നിന്റെ ശരീരമാകുന്ന ആലയത്തെ കള്ളന്മാരുടെ മദ്യപന്മാരുടെ ശാലയാക്കരുത്, വാണിഭശാലയാക്കരുതെന്ന് ദൈവാത്മാവ് എന്നോട് പറഞ്ഞത് കൊണ്ട് ഞാനതങ്ങ് വിശ്വസിച്ചു. അല്ലേലിയ. ഞാനതങ്ങ് തന്നെ തുടരുക. പക്ഷെ നിങ്ങളെ അനുഭവത്തിലേക്ക് വരണം കേട്ടോ. അപ്പൊ ഇവിടെ ദൈവത്തെ എന്റെ ആലയം പ്രാർത്ഥനാലയമാകും എന്ന് എഴുതിയിരിക്കുന്നു, നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തു എന്ന് അവരോട് പറഞ്ഞു. അപ്പോൾ അവന്റെ ശിഷ്യന്മാർ നിന്റെ ആലയത്തെക്കുറിച്ചുള്ള എരിവ് എന്നെ തിന്നുകളയുന്നു എന്ന് എഴുതിയിരിക്കുന്ന ദൈവവചനഭാഗം ഓർത്തു. ലൂക്കോസ് 19:45 വായിച്ചല്ലോ. യോഹന്നാൻ 2:16 ആലയത്തെക്കുറിച്ചുള്ള എരിവ്. എന്നെ കേൾക്കുന്ന പ്രീസിനെ നമ്മുടെ ആലയത്തെക്കുറിച്ച് എരിവ് വേണം. നമ്മൾ ആരാണെന്ന് അറിയണം. നമ്മുടെ ജീവിതം എന്താണ്? നമ്മൾ ഒരു വെറും ജഡിക മനുഷ്യനായി ജീവിക്കരുത്. ഒരു ജഡിക മനുഷ്യനായി, പ്രാകൃത മനുഷ്യൻ, ഒരു മദ്യപാനിയായി, ഒരു തല്ലുകൊള്ളിയായി, ഒരു കുലപാതകയായി, ഒരു മോഷ്ടാവായി, ഒരു പെണ്ണുപടിയനായി, ഒരു ഭ്രാന്തനായി, പിടിച്ചുപറിക്കാനായി, കൊള്ളക്കാരനായി, അഴിമതിക്കാരനായി, തീവ്രവാദിയായി, ഭീകരവാദിയായി, വർഗീയവാദിയായി, നാടിനും സമൂഹത്തിനും കൊള്ളരുതാത്തനും നിയമത്തിന് മുമ്പിൽ നോട്ടപ്പുള്ളിയായി, നിയമത്തിന് മുമ്പിൽ കുറ്റവാളിയായി, രാജ്യദ്രോഹ കുറ്റം ചുമത്തി സമൂഹത്തിൽ ഒരു സാമൂഹ്യ ദ്രോഹിയായി മാറാതിരിക്കാൻ നീ നിന്നെ തന്നെ സൂക്ഷിക്കണം കേട്ടോ. ഇതൊക്കെ എൻ്റെ ജീവിതത്തിനകത്ത് നിറഞ്ഞു നിന്ന കാര്യമാണ്. അല്ലേലിയ. ഇപ്പോഴല്ല, 25 വർഷം മുമ്പ് ഞാനൊന്ന് മോചനം പ്രാപിച്ചതാ. അല്ലേലിയ. ഞാൻ മോചനം പ്രാപിച്ചത് ഞാൻ ചോദിക്കട്ടെ, ഈ ഭ്രാന്തന്മാരെ നിങ്ങൾ അല്ലേലിയ ആമത്തിലിട്ടിരിക്കുന്നത് കണ്ടിട്ടുണ്ടോ? അല്ലേലിയ. കണ്ടിട്ടില്ലെങ്കിൽ അങ്ങനെ ഇനി എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ പോയി കാണണം കേട്ടോ. ഞാനതൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ ഭ്രാന്തന്മാരെ ആമത്തിലിട്ടിരിക്കുന്നു. അവരുടെ കാലുകളാണ് വലിയ തെങ്ങിന്റെ മുട്ടി കൊണ്ടുവന്നിട്ട് അതിനകത്ത് തുളയുണ്ടാക്കിയിട്ട് കാലുകൾ ഇറക്കി ഒരു രാപ്പ് കൊണ്ടടിച്ച് അവരുടെ കാലൂരി എടുക്കത്തില്ലാത്ത ഒരു ആമത്തിലിട്ടുക എന്ന് അവരുടെ പണ്ടത്തെ കാലഘട്ടത്തിൽ. ഇന്ന് ഈ ഭ്രാന്താശുപത്രിയൊക്കെ വന്നതും ഭ്രാന്താശുപത്രി കൊണ്ടിരുന്നൊക്കെ ഇപ്പോഴാണ്. പണ്ട് ആമത്തിലിട്ടുക അതാ പറയുന്നത്. പൗലോസിന്റെ ശീലാസിനെ കൈയും കാലം ആമത്തിലിട്ടതുപോലെ അങ്ങനെ അല്ലുരിയ. ഒരു കാലഘട്ടത്തെയും മദ്യത്തിനും മയക്കുമരുന്നിനും പാനശാലകൾക്കും ചിട്ടികമായ എല്ലാ ദുർനടപ്പ് അശുദ്ധിക്കും വിധേയപ്പെട്ട് പിശാചനെ അവന്റെ ആമത്തിൽ പൂട്ടിയിരുന്നതാ. പിശാചനെ ആമത്തിലിട്ട് പൂട്ടിയിരുന്നതാ, ഭ്രാന്തനെ പോലെ. അങ്ങനെ എന്നെ അതിൽ നിന്ന് കെട്ടുപൊട്ടിച്ചെടുത്തത് യേശുവ, അതിൽ നിന്ന് വിടിവിച്ചെടുത്ത യേശുവ. യേശു എന്റെ കൈകാലുകളെ സ്വതന്ത്രമാക്കി, എന്റെ ജീവിതത്തെ സ്വതന്ത്രമാക്കി, എന്റെ ആത്മാവിനെ സ്വതന്ത്രമാക്കി. എന്നെ ഭൂമിയിലാക്കി വെച്ചു. എന്നോട് കർത്താവ്, നീ ദൈവത്തിന്റെ ആലയമായി. ഇനി നിന്നെ ആമത്തിലിടാൻ ഒരു സാത്താന് കഴിയത്തില്ലെന്ന്. എന്നെ കേൾക്കുന്ന നമ്മുടെ സ്നേഹിതരെ, ഈ ലോകം മുഴുവൻ, നമ്മുടെ കേരളത്തിന്റെ 14 ജില്ലകളിൽ സാത്താനി ആരാധന പെരുകി. സാത്താന്റെ സഭകളുണ്ട്. അല്ലെങ്കിൽ സാത്താന്റെ ഓൺലൈനിൽ ശക്തമായിട്ടുണ്ട്. സാത്താന്റെ സഭകളുണ്ട്. യേശു ക്രിസ്തുവിന്റെ പേരെടുത്ത യേശുവാണെന്ന് പറഞ്ഞ്, യേശു ക്രിസ്തുവിന്റെ അവതാരമാണ്, യേശു കഴിഞ്ഞ പിന്നെയുള്ള അവതാരമാണെന്ന് പറഞ്ഞ് അനവധി ആളുകൾ, മനുഷ്യ ദൈവങ്ങളുണ്ട്. അവരെല്ലാം സാത്താന്റെ ആത്മാവാണ്.
ദൈവം ഒരാളെ ഉള്ളതേ, അല്ല വേറെ ഒരാളൊന്നുമില്ല. അങ്ങനെ ഒരുപാട് ആളുകൾ അല്ലറിയ ഈ സാത്താനെ ആരാധന കുടുങ്ങിക്കിടക്കുന്നു. പ്രൈസറോ, എല്ലാവർക്കും മതമുണ്ട്, മതവിശ്വാസമുണ്ട്, പ്രമാണങ്ങളുണ്ട്. പക്ഷേ നിങ്ങൾ സാത്താന്റെ ആരാധന, സാത്താന് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ്. അല്ലേ? അവര് നിങ്ങളെ നശിപ്പിക്കുന്നുള്ള. ഞാൻ ഒരു മതത്തെയും കുറ്റം പറയില്ല, കാരണം എല്ലാവർക്കും അവരുടേതായ വിശ്വാസം അവർ നിൽക്കട്ടെ. പക്ഷെ അതിനകത്തുനിന്നെല്ലാം നമ്മളെ അടർത്തി മാറ്റിക്കൊണ്ടു പോകുന്ന ഒരു പൈശാചിക തന്ത്രമുണ്ട്. അതിനെ നമ്മൾ തിരിച്ചറിയണം. അല്ലേ? അപ്പൊ നിങ്ങളുടെ ശരീരം ദൈവത്തിന്റെ മന്ദിരമാകുന്നു, അത് ദൈവത്തിന്റെ വാസസ്ഥലമായിരിക്കും. നിങ്ങളുടെ ശരീരം ദൈവത്തിന്റെ മന്ദിരമാണ്, ദൈവത്തിന്റെ വാസസ്ഥലമാണ്, ദൈവത്തിന്റെ ആലയമാണ്, ദൈവത്തിന്റെ പ്രാർത്ഥനാലയമാണ്, ദൈവത്തിന്റെ അതൊരു കെട്ടിടമാണ്, അതൊരു കൃഷിഭൂമിയാണ്. അല്ലേ? ദൈവത്തിന് കൃഷി ചെയ്യുവാൻ വേണ്ടി നല്ല നിലത്ത് വിതച്ച് വിത്ത് പോലെ ദൈവത്തിന് വചനം വിതയ്ക്കുവാനുള്ള ഒരു കൃഷിയിടമായും നമ്മളെ ദൈവം വേർതിരിച്ചിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരം ദൈവത്തിന്റെ മന്ദിരമാണ്, വാസനമാണ്, ആലയമാണ്. ഈ മന്ദിരത്തിനുള്ളിൽ പരിശുദ്ധാത്മാവ് വന്ന് വസിച്ച് നിങ്ങളുടെ ശരീരത്തെ ആലയമാക്കി മാറ്റുന്നു. നമ്മുടെ ശരീരത്തിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒന്ന് വസിക്കുന്ന. ഹല്ലേലൂയ. എന്നിട്ട് നമ്മുടെ ശരീരത്തെ ദൈവത്തിന്റെ ആലയമാക്കി മാറ്റി കഴിയുമ്പോൾ പിന്നത് പൊൻപാണിവക്കാരുടെ ആലയമാക്കി മാറ്റരുത്. നിന്റെ ശരീരം ദൈവത്തിന്റെ മന്ദിരമാണെങ്കിൽ നിന്റെ ശരീരത്തിൽ നിന്റെ മദ്യം പ്രവേശിക്കരുത്, മയക്കുമരുന്ന് പ്രവേശിക്കരുത്, നുണ പ്രചരണങ്ങളും ദുഷ്ടതയും അകൃത്യങ്ങളും പെരുകരുത്, രാഷ്ട്രീയവും കുലപാതകങ്ങളും അതുപോലെ തീവ്രവാദം, ഭീകരവാദം, വർഗീയത ഒന്നും ദൈവത്തിന്റെ ആലയമാകുന്ന, ദൈവത്തിന്റെ ആലയമായി വിളിച്ചു വേർതിരിച്ച ദൈവമക്കളിൽ ഇതൊന്നും ഉണ്ടാകാൻ പാടില്ല. ഹല്ലേലൂയ. നീ മദ്യപിക്കുന്നവനാണെങ്കിൽ നീ ദൈവത്തിന്റെ ആലയമല്ല, നീ സാത്താന്റെ ആലയമാണ്. ഒരു ക്രൈസ്തവനോട് പറയട്ടെ, ക്രൈസ്തവ വിശ്വാസത്തിൽ പറയട്ടെ, നീ മദ്യപിക്കുന്നവനാണ്, നീ പുകവലിക്കുന്നവരാണ്, നീ മുറുക്കുന്നവരാണ്, പാൻമസാല തിന്ന് തമ്പാക്ക് തിന്നവരാണ്, ഈ തിരുവി നാവിനടി വെക്കുന്നവരാണ്, മൂക്കിപ്പൊടി വലിക്കുന്നവരാണ്, തുളസിപ്പാക്ക് തിന്നതിന് ചൂയിങ്ങും ബമ്പിൾക്കും ചവച്ചുപ്പി റോട്ടിലിട്ട് മറ്റുള്ളവരുടെ പാൻറിലും സാരിയിലും പാവാടയിലും ചുരിദാറിലും പറ്റിപ്പിടിച്ച് അവന്റെ ചെരുപ്പെ പറ്റിപ്പിടിച്ച് അവന് ദ്രോഹം വരുത്തി നടക്കുന്ന റോഡിൽ മുഴുവൻ ഛർദ്ദിച്ച് കള്ളു കുടിച്ചിട്ട് വാള് വെച്ച് റോഡിൽ കള്ളു കുടിച്ചിട്ട് ഓടയിൽ കിടക്കുന്ന, കള്ളു കുടിച്ചിട്ട് വീട്ടിൽ വന്ന് അടിയുണ്ടാക്കുന്ന, ബഹളം ഉണ്ടാക്കുന്ന, ഭാര്യയെ തരുന്ന, മക്കളെ തന്നെ, അമ്മായിപ്പനെ തന്നെ, അമ്മായിമ്മയെ തന്നെ, അവരെ കൊണ്ട് ഓൾട്ടേജ് റൂമിലാക്കുന്ന, അവരെ കൊണ്ട് പൊതുസ്ഥലത്ത് വലിച്ചെറിയുന്ന നീ ദൈവത്തിന്റെ ആലയമല്ല, നീ കള്ളന്റെ ആലയമാണ്. ഒരു ക്രൈസ്തവനോട് പറയട്ടെ, അല്ലേ? നീ നിന്റെ ആലയത്തെ കള്ളന്മാരുടെ പൊൻപാണി വെക്കാൻ ആലയമാക്കി മാറ്റരുത്. നിന്റെ ജീവിതത്തെ നീ ശുദ്ധീകരിക്കണം. നിനക്ക് പേരുണ്ട്, പ്രശസ്തിയുണ്ട്, പെരുമയുണ്ട്, സ്ഥാനമാനങ്ങളുണ്ട്, പാരമ്പര്യമുണ്ട്, വസ്തുക്കളുണ്ട്, സ്വത്തുക്കളുണ്ട്, വിദേശ രാജ്യത്ത് വീടുകളുണ്ട്, പണയമുണ്ട്, നീ കോടീശ്വരനുള്ള പദവിയിലൊക്കെ നീ ജീവിക്കുക. ഒരുപക്ഷെ കേരളത്തിന്റെ, ഭാരതത്തിന്റെ, ലോകരാജ്യങ്ങളുടെ ഏതെങ്കിലും ഉന്നതാധികാര സ്ഥാനങ്ങളിൽ നീ ഇരിക്കുന്നവനായിരിക്കും. ഒരുപക്ഷെ മതത്തിന്റെ പ്രമാണിയായിരിക്കാം. അല്ലേ? ജനം നിന്റെ തോളിലേറ്റി അല്ലയ്യ കൊണ്ട നടന്നേക്കാം. അല്ലെ? തോളിലേറ്റി നിന്നെ കൊണ്ട നടന്നേക്കാം. പക്ഷെ നിന്റെ ആലയത്തെ നീ സൂക്ഷിക്കുന്നില്ലെങ്കിൽ, നിന്റെ ശരീരമാകുന്ന മന്ദിരത്തെ പരിശുദ്ധാത്മാവിന് വിട്ടുകൊടുക്കാതെ ഈ ലോകത്തിന്റെ ജഡികതയ്ക്ക് വേണ്ടി നിന്റെ വിട്ടുകൊടുത്താൽ നീ സാത്താന്റെ ആലയമാണ്. പ്രൈസലോ. പിടിച്ചു പറിച്ചും മോഷ്ടിച്ചും വ്യഭിചാരം ചെയ്തും പീഡനം നടത്തിയും കൊള്ളയടിച്ചും ബാങ്ക് കൊള്ളയടിച്ചും അതിരു തോണ്ടിയും വല്ലേലിയ അയൽവാസിയെ വിവാഹമോചനം നടത്തി ഭ്രൂണഹത്യ ചെയ്തും വല്ലേലിയ ജഡികമായ ജീവിതം നയിക്കുന്ന നിങ്ങളൊന്നും ദൈവത്തിന്റെ മന്ദിരമല്ല. ഈ വേദപുസ്തകം നിങ്ങൾ വായിച്ചാൽ മതി. വല്ലേലിയ യോഹന്നാൻ സുവിശേഷം 2:13 തൊട്ട് 16 വരെ വായിക്കണം. അല്ലേലിയ 16, 17, 18 വായിക്കണം. ലൂക്കോസ് 19:45 വായിക്കണം. അല്ലെങ്കിൽ 1 കൊരിന്ത്യർ 3:16 വായിക്കണം. 1 കൊരിന്ത്യർ 6:19, 20 വായിക്കണം. അല്ലേലിയ എവിടെയൊക്കെ വായിക്ക് സഹോദരൻ, നീ ആരാണെന്ന് തിരിച്ചറിയാൻ. അല്ലേലിയ സ്തോത്രം. ശുദ്ധീകരണമാണ് ഇവിടെ പറയുന്നത്. നീ ശുദ്ധീകരിക്കപ്പെടണം. വിശ്വാസി എന്ന് പറയുന്ന പേര് മാത്രം പോരാ. അല്ലേലിയ വിശ്വാസത്തിന് അധീനമായി നീ ജീവിക്കണം. അല്ലേലിയ വിശുദ്ധനാണെന്ന് പറഞ്ഞാൽ പോരെ, നിന്റെ ഉള്ളിൽ വിശുദ്ധി ഉണ്ടായിരിക്കണം. പ്രൈസലോട്. അപ്പൊ ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നത് അല്ലേലിയ നമ്മുടെ ഉള്ളത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വസിക്കാൻ വേണ്ടി ദൈവം നമ്മെ വിളിച്ച് വേർതിരിച്ചത് കൊണ്ട്
ദൈവവചനം നമ്മോട് പറയുന്നത് റോമാലേഖനം 8-ാം അധ്യായം 26-ാമത്തെ വാക്യം പറയുന്നത്, അതുകൊണ്ട് തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. വീണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തും നാം അറിയുന്നില്ലല്ലോ. ഹല്ലേലൂയ. ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. ഹല്ലേലൂയ. അപ്പൊ ആത്മാവ് നമുക്ക് വേണ്ടി, ഹല്ലേലൂയ, നമ്മുടെ ബലഹീനതയ്ക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. ഹല്ലേലൂയ. വീണ്ടും പോലെ പ്രാർത്ഥിക്കാൻ നമുക്ക് അറിയില്ല. പക്ഷേ ഹല്ലേലൂയ, സ്തോത്രം, ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുമ്പോൾ ഈ ലോകത്തിലെ ജീവിതം താൽക്കാലികമാണ്. ഹല്ലേലൂയ. ഈ താൽക്കാലികമായ ലോകത്തിൽ നിനക്ക് കിട്ടിയ സമയം നീ നഷ്ടപ്പെടുത്തി കളയാതെ എന്റെ ശരീരത്തെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള, ഹല്ലേലൂയ, റോമാലേഖനം 12:1 വായിക്കണം. സഹോദരന്മാരെ, ദൈവത്തിന്റെ മനസ്സിനെ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്ന നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയ്ക്കായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിക്കണം. ഈ ലോകത്തിന് അനുരൂപരായി തീരാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞ് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം എന്ന് പറഞ്ഞാൽ നമ്മൾ വായിച്ചു വന്ന ദൈവവചനത്തിൽ ദൈവത്തിന്റെ ആലയത്തെ, യെരൂശലേം ദേവാലയത്തെ കള്ളന്മാരുടെ ഗുഹയാക്കി മാറ്റിയതുപോലെ പുതിയ നിയമസഭയ്ക്കകത്ത് ഇന്ന് പല സഭകളും അതുപോലെ അതിൽ നിന്ന് ദൈവം വേർതിരിച്ച് ദൈവത്തിന്റെ ആലയമായി നിന്നെ ആക്കിയിരിക്കുമ്പോൾ നിന്റെ ഉള്ളിൽ ഈ ചെടികതയൊന്നും കടന്നു കൂടരുത്. നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കണം. ഹല്ലേലൂയ. അപ്പം ആകിയാൽ നിങ്ങളുടെ ശരീരം കൊണ്ടും ദൈവത്തെ മഹത്വപ്പെടുത്തണം. നിങ്ങളുടെ ശരീരം കൊണ്ടും ദൈവത്തെ മഹത്വപ്പെടുത്തണം. ഹല്ലേലൂയ. നമ്മുടെ ശരീരം കൊണ്ടും ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്ന് പറയുമ്പോൾ, ഹല്ലേലൂയ, നമ്മൾ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. 1 കൊരിന്ത്യർ ലേഖനം, ഹല്ലേലൂയ, 6-ാം അധ്യായം അതിന്റെ 16 തൊട്ടുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുകയാണ്. ഹല്ലേലൂയ. സ്തോത്രം. ഇങ്ങനെ എഴുതിയിരിക്കുന്നു, വേശ്യയോട് പറ്റിച്ചേരുന്നവൻ അവളുമായി ഏക ശരീരമാകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? വേശ്യയോട് പറ്റിച്ചേരുന്നവൻ അവളുമായി ഏക ശരീരമാകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ഇരുപേരും ഒരു ദേഹമായി തീരും എന്നുണ്ടല്ലോ. അല്ലെങ്കിൽ കർത്താവിനോട് പറ്റിച്ചേരുന്നവനോ അവനുമായി ഏകാത്മാവാകുന്നു. അപ്പൊ കർത്താവിനോട് പറ്റിച്ചേരുന്നവൻ അവരുമായിട്ട് ഏകാത്മാവാകുന്നു. നിങ്ങൾക്ക് രണ്ടിൽ ഏത് വെള്ളം തിരഞ്ഞെടുക്കാം. വേശ്യയോട് പറ്റിച്ചേർന്നോ കർത്താവിനോട് പറ്റിച്ചേരണോ? ഹല്ലേലൂയ. ഏതാത്മാവാണ് നിങ്ങളുടെ ഉള്ളിൽ വസിക്കരുത്. എന്നിട്ട് പറയാണ് 1 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായം 18-ാമത്തെ വാക്യം വായിക്കും. ഇങ്ങനെ, ദുർനടപ്പ് വിട്ടോടുവിൻ, മനുഷ്യൻ ചെയ്യുന്ന ഏത് പാപവും ശരീരത്തിന് പുറത്താകുന്നു. ദുർനടപ്പുകാരനോ സ്വന്തം ശരീരത്തിന് വിരോധമായി പാപം ചെയ്യുന്നു. ദൈവത്തിന്റെ ദാനമായി നിങ്ങൾ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും. ദൈവത്തിന്റെ ദാനമായി അല്ലെങ്കിൽ നിങ്ങൾ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരം. അപ്പൊ നമ്മുടെ ഉള്ളിൽ എന്തുണ്ട്? പരിശുദ്ധാത്മാവ് ഇരിക്കുന്ന മന്ദിരമാണ് നമ്മുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുക. നമ്മളെ യേശു വിലയ്ക്ക് വാങ്ങി. എങ്ങനെയാ? ക്രൂശിൽ ചോര കൊടുത്ത് അവൻ ദൈവരൂപത്തിലേക്ക് അവൻ മനുഷ്യരൂപം എടുത്ത് ഭൂമിയിലേക്ക് വന്നിട്ട് മാനവകുലത്തിന്റെ മുഴുവൻ പാപങ്ങളെ സ്വയം ഏറ്റെടുത്തുകൊണ്ട് കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി കാലിലും പാണികളാൽ കൈകാലുകൾ തുളയ്ക്കപ്പെട്ട് തലയിൽ മുൾക്കിരീടം അടിച്ചിറക്കി അവന്റെ ശരീരം ഉഴവുചാല് പോലെ കീറി കണ്ടാൽ ആളല്ലേ തോന്നുമാറം വിരൂപമായി തീർന്നു. അവന്റെ വിലാപ്പുറം കുത്തിത്തിറന്നു. ഹല്ലേലൂയ. കടന്നു പോകുന്നവരൊക്കെ തലകുലുക്കി അവരെ പരിഹസിച്ച് മുഖത്ത് തുപ്പി കന്നത്തടിച്ചു. അവരെ കുടിപ്പാൻ ചോർക്ക കൊടുത്ത്, ഹല്ലേലൂയ, അത്രമാത്രം കള്ളനെന്ന് കുലമാന്ന് ചതിയനെന്നൊക്കെ പറഞ്ഞ് ഈ ലോകത്തിന്റെ അപമാനങ്ങൾ മുഴുവൻ യേശു ക്രൂശിൽ നമുക്ക് വേണ്ടി പരമയാഗമായി മാറി. അവന്റെ അവസാനത്തുള്ളി രക്തം വരെ വിലക്ക് കൊടുത്തിട്ടാണ് നമ്മെ വിലയ്ക്ക് വാങ്ങിയത്. അപ്പൊ നമ്മുടെ വിലയ്ക്ക് വാങ്ങിയത് എങ്ങനെയാ? അവൻ രക്തം കൊടുത്ത്, യേശു രക്തം കൊടുത്തിട്ട്. അപ്പൊ നമ്മെ വിലയ്ക്ക് വാങ്ങിയിരിക്കാൻ നിങ്ങൾ താങ്ങൾക്കുള്ളവരല്ല. യേശു നിങ്ങൾക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ ചോര കൊടുത്തുകൊണ്ട് നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിട്ട് നിങ്ങൾ താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ടും ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. നിങ്ങളുടെ ശരീരം കൊണ്ടും ദൈവത്തെ മഹത്വപ്പെടുത്തണം. അപ്പൊ നമ്മുടെ ശരീരം ദുർനടപ്പിനല്ല, നമ്മുടെ ശരീരം ദൈവാത്മാവിന് വസിക്കുവാനുള്ളതാണ്. അതുകൊണ്ട് ശരീരത്തെ വിശുദ്ധിയോടെ കാത്തു സൂക്ഷിക്കണം. നമ്മളാകുന്ന മന്ദിരത്തെ ദൈവത്തിന് കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. പാപം നിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കരുത്. പാപ സ്വഭാവം വരരുത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ജീവിതം ഏറ്റവും സന്തോഷമാക്കണം.
നമ്മുടെ ജീവിതം കർത്താവിന് വേണ്ടി. യേശു മധ്യാകാശത്തിൽ വരാൻ സമയമായി. നമുക്കറിയാം, വിശുദ്ധ തിരുവെഴുത്ത് പറയുന്ന ലോക രാജ്യങ്ങൾ, ക്ഷാമങ്ങൾ, ഭൂകമ്പങ്ങൾ, സുനാമികൾ, മഹാവ്യാധികൾ, യുദ്ധങ്ങൾ, മനുഷ്യ ജീവിതം തന്നെ ഒരുവിധം വല്ലാത്ത അനുഭവത്തിൽ കടന്നു പോകുമ്പോൾ ദൈവവചന പ്രവചനങ്ങളും പുസ്തകങ്ങളെല്ലാം നിറവേറിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നാം എത്രമാത്രം ഭയത്തോടെ ജീവിക്കണം, ഭയത്തോടെ ദൈവത്തെ സേവിക്കണം. കാഹളം മുഴങ്ങുവാൻ സമയമായി. നമ്മുടെ കർത്താവ് സന്ധ്യയ്ക്കോ അർദ്ധരാത്രിക്കോ കോഴി പോകുന്ന സമയത്തോ രാവിലെയോ എപ്പോൾ വരുമെന്ന് നമ്മൾ അറിയാകൊണ്ട് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. മാത്രമല്ല, അവൻ കള്ളനെ പോലെ വരും. അല്ലെങ്കിൽ കണ്ണിമിക്കുന്നതിൻ്റെ വരും, നൊടി നേരത്തിനുള്ളിൽ വരും. നിന്നെ ഫോൺ വിളിച്ച് പറഞ്ഞിട്ടല്ല യേശു വരുന്നത്. കർത്താവ് യേശു ക്രിസ്തു മധ്യാകാശത്തിൽ കാഹളനാഥത്തോടെ വരുമ്പോൾ, നീ കള്ളുഷാപ്പിലാണെങ്കിൽ, ബാറിലാണെങ്കിൽ, ബീവറേജിലാണെങ്കിൽ, നീ സ്വർഗരാജ്യത്തിൽ കാണുന്നില്ല. നീ ചൂതാട്ടം ചെയ്ത് ചീട്ടുകളി കേന്ദ്രത്തിലാണെങ്കിൽ, അസന്മാർഗമായ ജീവിത ശൈലിയിലാണെങ്കിൽ നിനക്ക് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സഹോദരൻ, നിന്റെ ശരീരത്തെ ദൈവത്തിന് കൊടുക്കണം. അപ്പൊ പിന്നെ നിങ്ങളുടെ ശരീര ശുദ്ധീകരണത്തെ കുറിച്ച് ഈ 1 കൊരിന്ത്യയിലെ 7-ാം അധ്യായം കൂടെ വായിക്കണം. 7-ാം അധ്യായം കൂടെ വായിച്ചു കഴിയുമ്പോൾ കുറച്ച് ഉപദേശം കിട്ടും. ഇനി നല്ലപോലെ നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾക്ക് ജീവനും വിശുദ്ധിയോടും കൂടി കാത്തു സൂക്ഷിക്കണമെങ്കിൽ നിങ്ങൾ ലേവ്യ പുസ്തകം കൊണ്ട് ആവർത്തിച്ചങ്ങോട്ട് വായിക്കുക. ലേവ്യ പുസ്തകം കൊണ്ട് ആവർത്തിച്ച് വായിക്കണം. ദിവസം ഒരു അധ്യായം വെച്ച് സദൃശവാക്യങ്ങൾ വായിക്കണം. ഹല്ലേലൂയ. അപ്പൊ നമുക്ക് നമ്മളെ തന്നെ ശുദ്ധീകരിക്കാൻ കഴിയും. അപ്പൊ നിങ്ങൾ ദൈവത്തിന്റെ ആലയത്തെ കള്ളന്മാരുടെ ഗുഹയാക്കി കളഞ്ഞു. അല്ലേ? അത് കണ്ട് യേശുവിന് അരിശം വന്നു. യേശു സകലരെ അവിടുന്ന് പുറത്താക്കി. ഹല്ലേലൂയ. എന്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കും. അതേ സ്നേഹിത, നീയാകുന്ന ആലയം, നിന്റെ ശരീരമാകുന്ന ആലയം, അത് പ്രാർത്ഥനാലയമായി മാറണം. ദൈവത്തിന്റെ ആത്മാവിനെ ദൈവം നിന്റെ ഉള്ളിലേക്ക് പകർന്നത് നീ പ്രാർത്ഥിക്കുവാൻ വേണ്ടിയിട്ടാ. നീ ദൈവത്തിന്റെ പ്രാർത്ഥനാലയമായി മാറാൻ വേണ്ടിയിട്ടാ. അപ്പൊ ഇവിടെ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്, ഹല്ലേലൂയ, സങ്കീർത്തന പുസ്തകത്തിലേക്ക് വരുമ്പോൾ കാണാൻ കഴിയും. സങ്കീർത്തന പുസ്തകം, ഹല്ലേലൂയ, 69-ാം അധ്യായം, ഹല്ലേലൂയ, അതിന്റെ 9-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു: നിന്റെ ആലയത്തെ കുറിച്ചുള്ള എരിവ് എന്നെ തിന്നുകളയുന്നു, നിന്നെ നിന്ദിക്കുന്ന നിന്ന എന്റെ മേൽ വീടിരിക്കുന്നു എന്ന്. ഇത് ദാവീദ് എഴുതിയ സങ്കീർത്തനം, 69-ാം സങ്കീർത്തനം എന്ന് പറഞ്ഞാൽ നിന്ദിക്കപ്പെട്ടവന്റെ വിലാപഗീതമാണ് 69-ാം സങ്കീർത്തനം എന്ന് പറയുന്നത്. ആ ഭാഗത്തേക്ക് വരുമ്പോഴാണ് നമ്മൾ വായിക്കുന്നത്, നിന്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടുമെന്ന്. ഹല്ലേലൂയ. അപ്പൊ ഈ 9-ാം വാക്യത്തിൽ പറയുന്നത്, 9-ാം വാക്യത്തിൽ പറയുന്നത്, സ്തോത്രം, യോഹന്നാന്റെ സുവിശേഷം 2:15-16 ഒക്കെ നമ്മൾ വായിച്ചല്ലോ. ഹല്ലേലൂയ. സ്തോത്രം, യോഹന്നാന്റെ സുവിശേഷം 2:17 നമുക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ. അപ്പൊ ദൈവത്തിന്റെ ആലയം, യേശു ക്രിസ്തുവിന്റെ ജനനത്തിന് മുമ്പ് തന്നെ സങ്കീർത്തനം രചിച്ചിട്ടുണ്ട്. ആ സങ്കീർത്തന പുസ്തകത്തിനകത്ത് ദാവീദും ഇങ്ങനെ എഴുതി വെച്ചു: എന്റെ ആലയത്തെക്കുറിച്ചും നിന്റെ ആലയത്തെക്കുറിച്ചുള്ള എരിവ്. അത് നമ്മളാകുന്ന ശരീരം, നമ്മളാകുന്ന ആലയത്തെക്കുറിച്ച് നമുക്കൊരു എരിവുണ്ടായിരിക്കണം. ഈ ലോകം പാപമാണ്, ഈ ലോകം പാപജീവിതമാണ്, പാപത്തിന്റെ അധീനതയിലാണ് സകല ജനങ്ങളും കിടക്കുന്നത്. സകല അശുദ്ധിയും സകല ദുഷ്കർമ്മങ്ങളും ദേശത്ത് പെരുകിയിരിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന സ്നേഹിതരെ, നമ്മൾ ദൈവത്തോട് ചേർന്നിരിക്കണം. ദൈവത്തോട് ചേർന്ന് പറ്റിയിരിക്കണം. ഈ ലോകം താൽക്കാലികമാണ്. ഏത് സമയത്തും ഇത് മാറിപ്പോകാം. ഇളക്കമുള്ള രാജ്യമായത്. ഇളകാത്തത് സ്ഥാപിക്കാൻ നമ്മുടെ കർത്താവ് വരും. ഹല്ലേലൂയ. അപ്പൊ ഇളക്കമുള്ളത് മാറി ഇളകാത്തത് സ്ഥാപിക്കുമ്പോൾ ഇളകാത്ത രാജ്യത്തിൽ നിനക്ക് കാണണമെങ്കിൽ നീയാകുന്ന ശരീരത്തെ, നീയാകുന്ന മന്ദിരത്തെ അത് പ്രാർത്ഥനാലയമാക്കി മാറ്റണം. ഹല്ലേലൂയ. ചിലരൊക്കെ അങ്ങോട്ട് വിളിച്ചു പറയുന്ന തെറിയ അങ്ങോട്ട് കേട്ടാലോ, എന്ത് തെറിയ വിളിച്ചു പറയുന്നേ. അശുദ്ധമായത് ഹല്ലേലൂയ വിളിച്ചു പറയും. ഹല്ലേലൂയ. നമ്മുടെ ശരീരം, പണ്ടൊക്കെ ഞങ്ങളൊക്കെ അങ്ങനെയൊക്കെ നടന്നത് ഈ കള്ളുപിടിച്ച് നടന്ന സമയത്ത് ഇപ്പോഴാളെ കുറിച്ച് ഓർത്ത് സങ്കടപ്പെടുകയും വലിയ ഭാരപ്പെടുകയും ഒക്കെ ചെയ്യുന്നത്. അന്നെന്തൊക്കെ ചെയ്തു. പിന്നെ അറിയായ്മയുടെ കാലഘട്ടത്തിലെ പാവങ്ങളെ കർത്താവ് എണ്ണിവെക്കാതെ നാം കർത്താവുമായി യേശുക്രിസ്തുവിൽ വിശ്വസിച്ചവനെ രക്ഷിതാവും പിതാവായി സ്വീകരിച്ച് ദൈവ കൽപ്പന പ്രമാണം അനുസരിച്ച് ജീവിക്കുമ്പോൾ നമ്മുടെ അറിയായ്മയുടെ കാലങ്ങളിലെ പാപങ്ങളെ സമുദ്രത്തിന്റെ ആഴങ്ങളിലേക്ക് തള്ളിക്കളയുന്നു എന്നുള്ളതാണ് നമ്മൾ പ്രവാചക പുസ്തകമൊക്കെ വായിക്കുമ്പോൾ കാണുന്നത്. അതുകൊണ്ട് അങ്ങൊരു ആശ്വാസമാണ്. ഹല്ലേലൂയ. പക്ഷേ അങ്ങനെ നീ വീണ്ടെടുപ്പ് പ്രാപിച്ചു കഴിഞ്ഞാൽ, നിന്റെ ശരീരത്തെ ദൈവത്തിന്റെ ആലയമാക്കി മാറ്റിക്കഴിഞ്ഞാൽ, നീ ദൈവത്തിന്റെ മന്ദിരമായി കഴിഞ്ഞാൽ പിന്നെ നിന്റെ ശരീരത്തെ അശുദ്ധമാക്കരുത്.
അല്ലേ? പിന്നെ നിന്റെ ശരീരത്തെ അശുദ്ധമാക്കരുത്, നീ ആകുന്ന മന്ദിരത്തെ അശുദ്ധമാക്കരുത്. അത് ദൈവത്തിന്റെ ആലയമായിരിക്കണം. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നീ എപ്പോഴും ദൈവത്തിന്റെ ആലയമായിരിക്കണം. നീ ദൈവത്തിന്റെ മന്ദിരമായിരിക്കണം. സദാസമയം നീ ജോലി മേഖലയിൽ യാത്ര ചെയ്യുമ്പോഴും ദേശത്തോ വിദേശത്തോ എവിടെയായിരുന്നാലും ഏത് സമൂഹത്തിന്റെ കൂടെ നിന്നാലും നീ ദൈവത്തിന്റെ ആലയമാണ്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വസിക്കുന്ന മന്ദിരമാണ്. അതിനെ അശുദ്ധമാക്കരുതെന്നുള്ള, അത് വാണിഭശാലിയാക്കരുത് നിനക്കൊരു ബോധ്യം ഉണ്ടായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. രക്തം ജയം. പ്രൈസ് ദി ലോർഡ്. ഇത് ഈ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളും പലപ്പോഴും പാപത്തിൽ വീണ്ടെടുപ്പ് പ്രാപിച്ച് ഈ വിശുദ്ധിയുടെ പ്രമാണമൊക്കെ അവർ പറയും. പക്ഷെ പലരും പാപത്തിലാണ്. എല്ലാവരും അല്ലേ കേട്ടോ, പലരും അധികാരങ്ങൾ, സ്ഥാനമാനങ്ങൾ, കസേരയ്ക്ക് വേണ്ടിയുള്ള അടി, അധികാരത്തിന് വേണ്ടി, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യുമെന്നേ. സഭയ്ക്കകത്ത് ഉണ്ണായിസം, സഭയ്ക്കകത്ത് പക്ഷം, അല്ലേരിയ, സഭയ്ക്കകത്ത് പാസ്റ്ററുടെ പക്ഷം, പ്രതിപുരുഷന്റെ പക്ഷം, സെക്രട്ടറിയുടെ പക്ഷം, വിശ്വാസികളുടെ പക്ഷം, തമ്മിലട്ടിയും ബഹളവും. സമായോഗം കഴിഞ്ഞവണ്ണം കസേരയെടുക്ക് നടിക്കുന്നു, സ്വോത്രകാഴ്ചയ്ക്ക് വേണ്ടി, ദശാംശത്തിന് വേണ്ടി തമ്മിലടിക്കുന്നു. വിശ്വാസികൾ തമ്മിൽ പെറുപെറുക്കുന്നു. എന്ത് വേണ്ട, എന്തെല്ലാം കോലാഹലങ്ങളല്ലേ എല്ലായിടത്തും ഉണ്ട് കേട്ടോ, അല്ലേ? പക്ഷേ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ ഇങ്ങനെ പോയാൽ ദൈവരാജ്യം കാണാൻ പറ്റത്തില്ല. ഈ ലോകമല്ല വലുത്. ഈ ലോകമാകുന്ന സമുദ്രത്തിൽ ഞാനും നിങ്ങൾ ഒഴുകി നടക്കുമ്പോൾ ഈ ലോകം നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിക്കരുത്. നമ്മുടെ ഉള്ളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വസിക്കണം. രക്തം ചെയ്യും. എന്നെ കേൾക്കുന്ന മാതാവി പിതാവി, എന്താണ് നിനക്ക് ഉയർച്ചയില്ല, നിനക്ക് അനുഗ്രഹമില്ല, നന്മയില്ല. നീ എന്തും ഇങ്ങനെ തന്നെ, എന്റെ ഗതി ഇങ്ങനെ തന്നെയാണോ, എനിക്കൊരു മാറ്റമില്ല, എന്റെ ദൈവം കാണുന്നില്ല, എന്റെ ദൈവം സ്നേഹിക്കുന്നില്ലേ, എന്റെ കഷ്ടത കണ്ടില്ലേ, എനിക്ക് മാത്രമേ ഇങ്ങനെയുള്ളൂ, അവർക്ക് എന്താണ്, അതെല്ലാം ഉണ്ടല്ലോ എന്നൊക്കെ ഓർത്ത് നീ ചിന്തിക്കുമ്പോൾ നിന്നെ തന്നെ നീ ക്രമീകരിച്ചും ശുദ്ധീകരിച്ചും നീ വന്ന ദൈവസ്നേഹ വിശുദ്ധിയോടുകൂടി നിൽക്കുന്നെങ്കിൽ അവൻ നിന്റെ സ്ഥിതികളെ മുഴുവൻ മാറ്റിത്തരും. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഈ ആത്മജീവിതം എന്നൊക്കെ പറഞ്ഞാൽ വാചാലതയും പ്രാസം കൊണ്ടും പ്രസംഗിക്കുന്നതല്ല. ചിലരുടെ വിശുദ്ധി പ്രാസത്തിൽ പ്രസംഗിക്കുന്നതാണ്. ചിലരുടെ വിശുദ്ധി എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ പഠിച്ച് ഡിപ്ലോമയോ അല്ലെങ്കിൽ എം ഡി അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ പഠിച്ച് പിന്നെ PhD ഒക്കെ എടുത്തു കഴിഞ്ഞാൽ വിശുദ്ധനാണ്. അതുകൊണ്ടല്ലേ പ്രിയേ. ഇനി ചില റെവറൻറ്റോ ഡോക്ടറൊക്കെ ആയ വിശുദ്ധിയാണെന്ന്. അങ്ങനൊന്നും അല്ല കേട്ടോ. റെവറൻറ്റ് വിശുദ്ധി ഒന്നും ആയ ഡോക്ടറാകത്തില്ല. ഈ MDB പഠിച്ചത് കൊണ്ടോ BTH പഠിച്ചത് കൊണ്ടോ ഡിപ്ലോമ പഠിച്ചതുകൊണ്ടൊന്നും വിശുദ്ധനാകത്തില്ല. വിശുദ്ധൻ എന്ന് പറഞ്ഞ് നമ്മുടെ ഹൃദയത്തിനകത്താണ്, നമ്മുടെ പുറമേ ഉള്ളതൊന്നും അല്ല. ചിലര് നല്ല വസ്ത്രം, വെള്ള വസ്ത്രം ധരിച്ചു ക്ലീൻ ഷേവ് ചെയ്ത് നല്ല ചിരിക്കുന്ന മുഖത്തോടു കൂടിയൊക്കെ നടന്ന് അകത്തെന്ത് പാപം ചെയ്യും, അകത്ത് നടക്കുന്ന പുറത്തറിയിക്കാതെ അകത്തുള്ളതിനെ മൂടി വെച്ചുകൊണ്ട് പുറത്ത് ചിരിച്ച് നടക്കുന്ന അനവധി ആളുകളുണ്ട്. അവരൊന്നും വിശുദ്ധന്മാരല്ല. എന്നെ കേൾക്കുന്ന പ്രശ്നം, വിശുദ്ധി എന്ന് പറയുന്നത് ദൈവത്തോട് ചേർന്നിരിക്കുന്നതാണ്. അതുകൊണ്ടാണ് 2 കൊരിന്ത്യർ 7:1 വായിക്കണം. ജഡത്തിലെ ആത്മാവിൽ സകല കൺവെൻഷൻ നീക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികയ്ക്കണമെന്ന് പറയുന്നത്. അല്ലേ? ഈ ലോകം വിട്ട് നമ്മൾ പോകണം. ഇവിടെ നമ്മൾ ഒഴിഞ്ഞു കൊടുത്തേ പറ്റുള്ളൂ. ഇവിടെ നമ്മൾ അന്യരും പരദേശികളാണ്, പ്രവാസികളാണ്. ഈ ലോകം വിട്ട് പോകണം, ഈ ശരീരം വിട്ട് നമ്മൾ പോകണം. ഈ കൂടാരം ഇവിടെ പൊളിഞ്ഞു പോകുന്നതാണ്. ഏത് കൂടാരം? നമ്മളാകുന്ന കൂടാരം ഇവിടെ പൊളിയും. ഈ കൂടാരം പൊളിയുമ്പോൾ ഇതിനകത്ത് വസിക്കുന്ന ഒരു ആത്മാവുണ്ടല്ലോ നമ്മുടെ ശരീരത്തിൽ. ആ ആത്മാവിനെ തന്നവന്റെ അരികിലേക്ക് പോകണമെങ്കിൽ, അല്ലേ, നമ്മുടെ ശരീരമാകുന്ന കൂടാരത്തെ നമ്മൾ വിശുദ്ധിയോടെ കാത്തു സൂക്ഷിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വസിക്കുന്ന മന്ദിരമാക്കി തീർക്കണം. ഇത് വാണിഭശാലയാക്കരുത്. പണത്തിന് വേണ്ടിയിട്ട് ഒന്നും ചെയ്യരുത്. പണത്തിന് വേണ്ടി, പണത്തിന്റെ ആർത്തിക്ക് വേണ്ടിയിട്ട് വ്യാജം പറഞ്ഞ് മേടിക്കരുത്. വിദേശ രാജ്യത്ത് ചെന്നിട്ട് വീട്ടിലും നാട്ടിലുള്ള അസ്വസ്ഥകളൊക്കെ പറഞ്ഞ് വ്യാജം പറഞ്ഞ് പ്രചരിപ്പിച്ച് നീ പണം ഉണ്ടാക്കരുത്. അല്ലേ? ചില ആളുകളുണ്ട് ഓർഫനേജ് ഒക്കെ നടത്തും. എനിക്കൊരു അല്ലെങ്കിൽ ചിലതൊക്കെ അറിയാം. വർഷങ്ങളായിട്ട് 10 കുട്ടികളെ വെച്ചുകൊണ്ട് ലോകരാജ്യങ്ങൾ മുഴുവൻ പോയി പണം ഉണ്ടാക്കുന്നവരുണ്ട്. അല്ലേ? സ്തോത്രം. ഒരു മാറ്റം നട്ടപ്പുഴു കൊട്ട വരച്ചപ്പുഴു കൊട്ട എന്ന് പറഞ്ഞ പോലെ തുടങ്ങിയപ്പോഴും 10 കുട്ടികൾ, ഇപ്പോഴും 10 കുട്ടികൾ, വർഷം 50 ഇന്നുവരെ ലോകരാജ്യങ്ങൾ മുഴുവൻ പോയി പിരിവെടുക്കുക. ഇതൊന്നും ദൈവത്തിന്റെ ആലയമല്ല. ദൈവത്തിന് കള്ളന്മാരുടെ ഗുഹയെ വാണിഭശാലയാക്കി മാറ്റിയതവരൊക്കെ.
അതുകൊണ്ട് വിദേശ രാജ്യത്തേക്ക് കടന്നു വരുന്ന ശുശ്രൂഷയ്ക്ക് എന്ന് പറഞ്ഞു വരുന്ന അനവധി ആളുകളുണ്ട്. അവർ യഥാർത്ഥത്തിൽ സുവിശേഷകനാണോ, യഥാർത്ഥ പ്രവാചകനാണോ, യഥാർത്ഥ ഇടയനാണോ, ഉപദേഷ്ടാവാണോ, അപ്പോസ്തലനാണോ എന്ന് നിങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങൾ അവരെ വിവേചിച്ചറിയണം. അവിടെ വന്ന് കരഞ്ഞതുകൊണ്ടോ കണ്ണുതിരി തൂക്കിയതുകൊണ്ടോ നിങ്ങളുടെ അല്ലലുകൾ പറഞ്ഞതുകൊണ്ടോ അല്ലെങ്കിൽ അവരുടെ സങ്കടങ്ങൾ പറഞ്ഞതുകൊണ്ടോ അവർ ഒരിക്കലും വിശുദ്ധനാകണമെന്നില്ല. എനിക്ക് ഒരുപാട് പേരെ അറിയാം. സ്തോത്രം, ലേലിയ. അങ്ങനൊന്നും മേടിക്കരുത് കേട്ടോ. നമ്മൾ ആരുടെയും കണക്ക് ആവശ്യമില്ലാത്തൊന്നും പറഞ്ഞ് മേടിക്കരുത്. ദൈവാത്മാവ് നമുക്ക് എന്തെങ്കിലും തന്നാൽ ദൈവാത്മാവ് ആരോടും പറയാ, സഹോദര സഹോദരി നീ ദൈവദാസന് നീ ഒന്ന് ഹെൽപ്പ് ചെയ്ത് അങ്ങനെ ആരോടും ദൈവാത്മ സംസാരിച്ച് നമുക്ക് എന്തെങ്കിലും അത് ദൈവഹിത പ്രകാരം തന്ന നമ്മളത് വാങ്ങി അനുഭവിച്ച നമുക്ക് അതിന് തൃപ്തിയുണ്ട് കേട്ടോ. അതിന് തൃപ്തിയുണ്ട്, അവർക്കും തൃപ്തിയുണ്ട്, നമുക്ക് തൃപ്തിയുണ്ട്. പക്ഷെ നമ്മൾ വളച്ചൊടിച്ച് വ്യാജം പറഞ്ഞ് കുറുക്കു വഴിയിൽ ഉണ്ടാക്കുന്നതാണെങ്കിൽ അത് താൽക്കാലികമാണ്. കുറച്ച് കഴിയുമ്പോൾ അതിന് ഇരട്ടിയാൽ കളയേണ്ടി വരും. പ്രൈസറോ അല്ലേലിയ. ഇതൊക്കെ നിങ്ങൾ ചിന്തിച്ച് നോക്കിയാട്ടോ. അപ്പൊ ഈ യെരൂശലേം ദേവാലയത്തെ ആടുകളെയും പ്രാവുകളെയും അലിയ ഒക്കെ വിൽക്കുന്നത് കണ്ടിട്ട് യേശു ക്രിസ്തുവിനെ അരിശമുണ്ടായല്ലേ അല്ലേലിയ. ചമ്മട്ടി ഉണ്ടാക്കി അവരെയെല്ലാം എന്ത് ചെയ്തു? പുറത്താക്കി. അല്ലേലിയ. വാണിഭക്കാരുടെ മേശകളെ മറിച്ചിട്ടു. കർത്താവ് എന്റെ ആലയം പ്രാർത്ഥന ആലയം എന്ന് വിളിക്കപ്പെടും. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ഒരു സ്നേഹിത, മന്ദിരം എന്ന് പറയുമ്പോൾ അത് ദൈവത്തെ ആരാധിക്കുന്ന മന്ദിരമാണ്. മന്ദിരം എന്ന് പറയുമ്പോൾ അത് ദൈവത്തെ ആരാധിക്കുന്ന മന്ദിരമാണ്. ഒരു സ്ഥലമാകുന്നത് അതേസമയം അത് നമ്മുടെ ശരീരത്തെയും കുറിക്കുന്നു. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവും നിങ്ങൾ വസിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? 1 കൊരിന്ത്യർ 3:16 ദുർനടപ്പ് വിട്ടോടുവിൻ. മനുഷ്യൻ ചെയ്യുന്നത് ഏത് പാപവും ശരീരത്തിൽ പുറത്താകുന്നു. ദുർനടപ്പുകാരന് സ്വന്തം ശരീരത്തെ വിരോധമായി പാപം ചെയ്യുന്നു. ദൈവത്തിന്റെ ദാനമായി നിങ്ങൾ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു. അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരമെന്ന് നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണ്. ഹല്ലേലൂയ. നിങ്ങൾ താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയസ്നേഹിത, ഞാൻ രണ്ടാമത് വീണ്ടും ആവർത്തിച്ച് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കയറാനാണ്. ഹല്ലേലൂയ. നമുക്ക് നിത്യതയിൽ കാണണമെന്നേ, നിത്യതയിൽ കാണണം. ഇവിടുത്തെ സുഖത്തിന് വേണ്ടി ഒന്നും ജീവിക്കരുത്. നിത്യതയിൽ കാണണം. വേണ്ട എന്ന് വെച്ചതിനെ വേണ്ടെന്ന് തന്നെ വെക്കണം. കൂട്ടുകാർ കൂടും, കൂട്ടുകാരികളും കൂടും. അല്ലേലിയ. അവരും അങ്ങോട്ട് പ്രലോഭനങ്ങൾ മോഹങ്ങളൊക്കെ നമ്മുടെ ഉള്ളിൽ പറഞ്ഞവർ കേട്ടും. അല്ലേലിയ. മോഹത്തിന് വിധേയപ്പെട്ടു പോകരുത്. മോഹങ്ങൾക്ക് അധീനമായി മാറരുത്. ആശകളെ ഇച്ഛകളെയൊക്കെ അടക്കണം. അല്ലേലിയ. ഇച്ഛയൊക്കെ അടക്കി വേണം നീ ഓടാൻ. മോഹം വന്നാൽ മോഹം ഗർഭം ധരിക്കും. മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കും. അതുകൊണ്ട് മോഹം ഗർഭം ധരിപ്പാൻ നീ അവസരം കൊടുക്കരുത്. നിന്റെ ശരീരം ദൈവത്തിന് വേണ്ടി വിട്ടുകൊടുക്കണം. ഇന്നത്തെ കാലഘട്ടത്തിൽ കർത്താവ് വന്നാൽ എത്ര പേര് സ്വർഗരാജ്യത്തിൽ കാണുമെന്നുള്ളത് നമുക്ക് പോലും പറയാൻ പറ്റില്ല. കാരണം എല്ലാവരും ഇന്ന് മൊബൈലിന്റെ മൊബൈലിന് അടിമകളാണ്. വീണ്ടെടുക്കപ്പെട്ട ദൈവമകൾ ക്രിസ്തുവിന്റെ അടിമയാ, ക്രിസ്തുവിന്റെ ദാസന്മാരാ. പക്ഷെ ക്രിസ്തുവിന്റെ ദാസന്മാരായി വേർതിരിച്ച പലരും ഇന്ന് മൊബൈലിന് അടിമകളാണ്. മൊബൈലാണ്. അവർക്ക് ദൈവവുമായിട്ട് ബന്ധമില്ല, ദൈവവചനമായിട്ട് ബന്ധമില്ല, കൂട്ടായ്മയിൽ ആരാധനയില്ല, സ്തുതികളില്ല, അടിസ്ഥാനമൊന്നുമില്ല. അടിസ്ഥാനം മറിഞ്ഞുപോയാൽ നീതിമാൻ എന്ത് ചെയ്യുമെന്ന് വേദപുസ്തകം വായിക്കുന്നത് പോലെ പലരും അടിസ്ഥാനം മറിഞ്ഞുപോയി അവരെന്തും ചെയ്യും. അവര് തെറി പറയും, അടി ഉണ്ടാക്കും, മേശം മറച്ചിടും, സഭയിൽ പ്രശ്നം, കുടുംബത്തെ പ്രശ്നം ഉണ്ടാക്കും. ആ സ്ത്രീധനത്തിന്റെ പേര് പറഞ്ഞ് മരുമോളെ പറഞ്ഞയക്കും. അമ്മായിയമ്മ സ്ത്രീധനത്തിന്റെ പേര് പറഞ്ഞ് നീ ഇങ്ങോട്ട് വന്നപ്പോ എന്താ കൊണ്ടുവന്നത്? എന്റെ മൂത്തമ്മ കെട്ടിയപ്പോ എന്റെ ഇളയമോ കെട്ടിയപ്പോ അവൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു, നീ കൊണ്ടുവന്നില്ല. നിന്റെ വീട്ടുകാരെ എന്താ തന്നത്? എന്റെ മകളുടെ മൂത്തമ്മയുടെ വിദ്യാഭ്യാസം, ഇളയമോന്റെ വിദ്യാഭ്യാസം, നിനക്ക് എന്തുണ്ട് വിദ്യാഭ്യാസം? എന്താ പഠിച്ചത്? മരുമകളോട് പ്രശ്നമുണ്ടാക്കുന്ന അമ്മായിയമ്മ. അല്ലേലിയ. അമ്മായിയമ്മയെ അടിച്ചു ഒതുക്കുന്ന മരുമോള്. അല്ലേലിയ. അമ്മായിയപ്പനും മക്കളും ഭർത്താവോടെ കൂടുന്ന മരുമോളെ അടിച്ചൊതുക്കുന്നു. മാത്രമല്ല ഡിവോഴ്സ്, കോടതിയിൽ ഡിവോഴ്സിന് കയറിയിറങ്ങി നടക്കുന്ന ശ്രോതാവി, നീ ദൈവത്തിന്റെ മന്ദിരമല്ല. ക്രൈസ്തവനെ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർതിരിക്കരുതെന്ന. ദൈവം യോജിപ്പിച്ചതിന്റെ കുടുംബജീവിതത്തിൽ നീ വേർതിരിച്ച് നീ കോടതി ഭാര്യ ഉപേക്ഷിച്ചിട്ട് നീ സ്വന്തമായി നടക്കുക. ഭാര്യ ഉപേക്ഷിച്ചിട്ട് മറ്റൊരു സ്ത്രീയോട് പുറക്കുന്ന നീയും വ്യഭിചാരം ചെയ്യുന്നതാണ്. ഭാര്യ ഉപേക്ഷിച്ചിട്ട് മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിക്കുന്നവൻ, മറ്റൊരു സ്ത്രീയോടൊപ്പം പുറക്കുന്നവൻ വ്യഭിചാരം ചെയ്യുന്നു. ഞാൻ പറഞ്ഞതല്ല, വേദപുസ്തകം പറഞ്ഞതാ കേട്ടോ. ഈ കൊരിന്ത്യലേഖനം, റോമലേഖനമൊക്കെ വായിച്ച് നിങ്ങൾക്ക് കാണാൻ കഴിയും. സുവിശേഷം വായിച്ചാലും കാണാൻ കഴിയും.
ഇതൊക്കെ ഞങ്ങൾ ഉണ്ടാക്കി പറഞ്ഞ് ഞാനുണ്ടാക്കി പറയുന്നത് ഒരു വേദവസം പറഞ്ഞ് ഞാൻ പഠിച്ച കാര്യങ്ങൾ പറയുന്നതാണ്. അതുകൊണ്ട് തന്നെ ഭാര്യ ഭർത്തൃ ജീവിതം കളങ്കമില്ലാത്തതായിരിക്കണം, പവിത്രമായിരിക്കണം. ഭാര്യ ഭർത്താവിനെ വഞ്ചിക്കരുത്, ഭർത്താവ് ഭാര്യയെ വഞ്ചിക്കരുത്, അവിഹിത ബന്ധങ്ങൾ ഉണ്ടാകരുത്. മൊബൈലിനകത്ത് ഭർത്താവ് അറിയാതെ ചാറ്റിങ് നടത്തരുത്, ഭർത്താവ് അറിയാതെ ഭാര്യ ചാറ്റിങ് നടത്തരുത്. വേറെ ബന്ധങ്ങളുണ്ട്, അത് കാമുകന്മാർ വേറെ ഉണ്ടാകരുത്. ക്രൈസ്തവരെ സംബന്ധിച്ച് നീ ഒന്ന് വേർതിരിയണം. എല്ലാവരോടും കൂടെ നിങ്ങളെ ഏറ്റെടുത്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ദൈവത്തിന്റെ മന്ദിരമായി മാറും. നിങ്ങൾ മതം മാറാനോ പേര് മാറാനോ നിങ്ങൾ ഒന്നും അല്ല ഞാനിവിടെ പറഞ്ഞത്. നമ്മൾ വിശുദ്ധരാകണം, ദൈവത്തിന്റെ മന്ദിരമാകണം. ദൈവത്തിന്റെ ആത്മാവിന് വസിക്കുവാനുള്ള ശരീരമായിരിക്കണം നമ്മൾ. ദൈവത്തിന്റെ പരിശുദ്ധന്മാര് വസിക്കുന്ന മന്ദിരമായിരിക്കണം. ഇത് വാണിഭശാലയാക്കരുത്. 4 ചുവരുകൾക്കകത്ത് കൂടുമ്പോൾ ആ 4 ചുവരുകളല്ല നമ്മൾ കാണുന്ന വളരെ മനോഹരമായ ആഡംബരങ്ങളാൽ വളരെ ശ്രേഷ്ഠമായിട്ട് പണി ചെയ്ത് പടുത്തുയർത്തി വെച്ചിരിക്കുന്ന ആലയം, ദൈവാലയം അല്ല ദൈവത്തിന്റെ മന്ദിരം. അത് നമ്മൾക്ക് കൂടി വരാനുള്ള ഒരു ഇടമാണ്. അതിനകത്ത് വരുന്ന ഞാനും നിങ്ങളും ആ മന്ദിരം എന്ന് പറയുന്നത്, ദൈവത്തിന്റെ ആലയം എന്ന് പറയുന്നത്. അത് 1-3 ഞാൻ പറഞ്ഞല്ലോ. ഹല്ലേലൂയ. അവിടെ നിങ്ങൾക്ക് കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഭക്തി വൈരാഗ്യമായിരിക്കുന്ന പോലെ നിങ്ങൾ കർത്താവിന് വേണ്ടിയും സത്യവചനത്തിന് വേണ്ടി കർത്താവിന്റെ മന്ദിരത്തിന് വേണ്ടിയും നിങ്ങൾ ഒരു വൈരാഗ്യത്തോടു കൂടി നിൽക്കണം. എന്ന് പറഞ്ഞാൽ നിങ്ങൾ കർത്താവ് വൈരാഗ്യത്തോട് നിന്ന് ചോദിച്ചാലേ അതാ നമ്മൾ 2:17 വായിച്ച്, യോഹന്നാൻ 2:17 എന്റെ ആലയം അല്ലെങ്കിൽ സ്തോത്രം 2:16 വായിച്ചത്. അല്ലെങ്കിൽ പ്രാവുകളെ വിൽക്കുന്നവർ ഇത് ഇവിടെ നിന്ന് കൊണ്ടുപോകുവി, എന്റെ പിതാവിന്റെ ആലയം വാണിഭശാലയാക്കരുത്. സാത്താൻ നിനക്ക് പ്രോത്സാഹനം തരുമ്പോൾ, സാത്താൻ നിന്നെ പ്രലോഭിക്കുമ്പോൾ, കൂട്ടുകാരനെ വിളിച്ചുകൊണ്ട് പോകുമ്പോൾ, നീ ആകുന്ന ശരീരത്തെ കാത്തു സൂക്ഷിക്കാൻ ശത്രുവിനോട് നീ വൈരാഗ്യത്തോടു കൂടി നിൽക്കണമെന്നാണ്. അല്ലേ? പുറമെയുള്ള മനുഷ്യരോട് വൈരാഗ്യം കാണിക്കുന്നവർക്ക് ഭയങ്കര വിരുദ്ധാണ്. മാതാവിനോടും പിതാവിനോടും അപ്പനോടും അമ്മയോടും സഹോദരനും ഭാര്യയോടും അയൽവാസി കൂട്ടത് പണിയും സഭയുടെ പാസോടൊക്കെ വൈരാഗ്യം വെച്ച് പുലർത്താൻ നീ ഭയങ്കര മിടുക്കനാണ്. പക്ഷെ നിന്റെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്ന പാപത്തോട് വൈരാഗ്യം കാണിച്ചാൽ എതിർത്ത് നിൽക്കാൻ നീ കഴിയുന്നുണ്ടോ? അല്ലേ? മാനസാന്തരം പടങ്ങി വരണം. മാനസാന്തരം പടങ്ങി വന്ന് വിശുദ്ധ ജീവിതം നയിക്കണം. കർത്താവിന് വേണ്ടി നിൽക്കണം. നിന്റെ അവസാന നരകമായിരുന്നു നിനക്ക് നിത്യത നീ ഒരുക്കി വെച്ചിരിക്കുന്നു. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പരിസ്ഥിതി കർത്താവ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന സ്നേഹം നിങ്ങളുടെ ഉള്ളിൽ ദൃഢമായും വ്യക്തമായും ഉണ്ടായിരിക്കണം. നിങ്ങൾ കർത്താവിന് വേണ്ടി നിങ്ങൾ വളരെ കാര്യങ്ങൾ ചെയ്യണം. ഹല്ലേലൂയ. നിങ്ങൾ കർത്താവിന് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യണം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നിങ്ങൾ കർത്താവിന് വേണ്ടി നിൽക്കുവോ? എന്തോ യേശു പറഞ്ഞത്? അല്ലെങ്കിൽ യേശു യെരൂശലേം ദേവാലയത്തിൽ വന്നപ്പം ദൈവാലയത്തിൽ കാള, ആട്, പ്രാവ് എന്നിവയെ വിൽക്കുന്നവരെയും അവിടെ ഇരിക്കുന്ന പൊന്മാണിവക്കാരെയും കണ്ടിട്ട് കയറുകൊണ്ട് ചമ്മട്ടി ഉണ്ടാക്കി ആടുമാടുകളോടും കൂടെ എല്ലാവരെയും ദൈവാലയത്തിൽ നിന്ന് പുറത്താക്കി പൊന്മാണിവക്കാരുടെ നാണ്യം തൂക്കിക്കളഞ്ഞും മേശകളെ മറിച്ചിട്ടു. പ്രാവുകളെ വിൽക്കുന്നവരോട് ഇതിവിടെ നിന്ന് കൊണ്ടുപോയി എന്റെ ആലയം, പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും. ആക്ഷീയമായ ദൈവാലയത്തെക്കുറിച്ച് അത്രമാത്രം എരിവ് കർത്താവിനുണ്ടായിരുന്നെങ്കിൽ പുതിയ നിയമസഭയ്ക്കകത്ത് ഞാനും നിങ്ങൾ ദൈവത്തിന്റെ ആലയമാണ്, മന്ദിരമാണ്. നമ്മൾ എത്രമാത്രം ജീവനും വിശുദ്ധി ദൈവത്തിന്റെ പ്രസാദമുള്ളവരായിരിക്കണം. കണ്ണുകൾ അടച്ചാട്ട് നിന്റെ ജീവിതത്തിലെ ശാപങ്ങളും പാപങ്ങളും രോഗങ്ങളും ബന്ധനങ്ങളും ഒക്കെ നിറഞ്ഞ് നിന്റെ കുടുംബത്തിനകത്ത് വിട്ടുമാറാത്ത പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ നീ എന്ത് ചെയ്താലും തകർത്തി എന്താ നിന്നെ തന്നെ വിശുദ്ധി നീ ദൈവത്തിന്റെ മന്ദിരമാണ്. നിന്നെ തന്നെ ഒരു വാണിഭശാലയാക്കിയത് കൊണ്ടാണ് നീ തന്നെ ദൈവത്തിന് അല്ലെങ്കിൽ ദൈവത്തിന് കളങ്കമുള്ളവനായി ജീവിക്കുന്നതുകൊണ്ടാണ് നിനക്ക് ദൈവിക വാഗ്ദത്തങ്ങളും അനുഗ്രഹങ്ങളും കിട്ടാത്തത്. അതുകൊണ്ട് ദൈവസഭയ്ക്കകത്ത് കള്ളപ്രവാചകന്മാരും കള്ളോപദേശകരും വ്യാജന്മാരും ദുരിഷ്ടകന്മാരും ഒക്കെ പെരുകിക്കൊണ്ടിരിക്കുക. പണം ഉണ്ടാക്കാൻ വേണ്ടി പലരും ദൈവസഭയെ പോലും വാണിഭശാലയാക്കി മാറ്റുന്നു. ഹല്ലേലൂയ. നീ അതിലൊന്നും പെട്ടുപോകരുത്, അതിലൊന്നും വീണു പോകരുത്. ദൈവത്തിന് ഉറപ്പോടെ തീരുമാനമെടുത്ത് പ്രാർത്ഥിച്ച പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ സ്വർഗ്ഗപിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്ത് വചനം കേട്ടുകൊടുക്കുന്ന സാങ്കല ജനതയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവ് വിശുദ്ധീകരണം കൊടുക്കണമേ, മാനസാന്തരം കൊടുക്കണമേ. ആരും പാപത്തിന് അധീനമായി വിടാതെ ദൈവത്തിന്റെ മന്ദിരമായി അന്ത്യത്തോളം നിൽപ്പാൻ കൃപ കൊടുക്കണം. സകല മുഖത്ത് കൊടുക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.